ഹായ് ഓൾ, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ അതായത് ജാനുവരി 17 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോയിന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? കർണാടക ക്യാബിനറ്റ് അപ്രൂവ് സ്റ്റേറ്റ് വൈഡ് റോൾ ഔട്ട് ഓഫ് അക്ക പദേ സ്കീം. അപ്പൊ അക്ക പദേ സ്കീം, അക്ക തമിഴ്നാട്ടില് അല്ലെങ്കിൽ കർണാടക സൈഡിലൊക്കെ അക്ക എന്താണ് സഹോദരി വിളിക്കുന്നതിനാണ് അക്ക എന്ന് പറഞ്ഞില്ലേ, ചേച്ചി. അപ്പൊ അക്ക പദേ സ്കീം ഏതാണ്? തമിഴ്നാട് തെറ്റിദ്ധരിക്കരുത്, കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ്. റീസെന്റ് കർണാടക സ്റ്റേറ്റ് അക്ക സ്കീം, അക്ക പദേ സ്കീം റീസെന്റ്ലി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവം? അക്ക പദേ, അക്ക സ്ത്രീയെ വിളിക്കുന്നതാണ്, ലേഡീസിനെ വിളിക്കുന്നതാണ്. അപ്പൊ എന്താണ്? ലേഡി ഓറിയന്റഡ് ആണ്, ലേഡി സെൻട്രിക് ആണ് അല്ലെ. സോ മൈനർ ഗേൾസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരോടുള്ള ഈ ഹാർഷ് ബിഹേവിയർ അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഏത്? അക്ക പദേ സ്കീം. എസ്പെഷ്യലി ചൈൽഡ് മാരേജ് പ്രിവെന്റ് ചെയ്യാനും അല്ലെ. സോ ചൈൽഡ് മാരേജ് പ്രിവെന്റ് ചെയ്യാനും അതുപോലെ മൈനർ ഗേൾസിനെയും വിമനും ഉള്ള അവർക്കെതിരെയുള്ള അബ്യൂസ് അതിനെതിരെ പോരാടാൻ അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു സ്കീമാണ് ഏത്? അക്ക പദേ സ്കീം. സോ ചൈൽഡ് മാരേജ്, വിമൺ അബ്യൂസ് ആൻഡ് മൈനർ ഗേൾ അബ്യൂസ്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് എതിരെയൊക്കെയുള്ള അക്രമങ്ങൾക്ക് എതിരെ കൊണ്ടുവന്നിട്ടുള്ള ഇനിഷ്യേറ്റീവാണ് അക്ക പദേ. ഏത് സ്റ്റേറ്റ് ആണ്? കർണാടക സ്റ്റേറ്റിന്റെ സ്കീമാണ് അക്ക പദേ. അപ്പം കർണാടകയിലുള്ള എല്ലാ 31 ഡിസ്ട്രിക്റ്റിലും ഈ ഒരു സ്കീം എന്താണ് ഇംപ്ലിമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ്, യൂണിയൻ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യ ലോഞ്ച് സ്പീഡ് പോസ്റ്റ് 24 ആൻഡ് സ്പീഡ് പോസ്റ്റ് 48 സർവീസസ്. അപ്പൊ 24 48 നമുക്കറിയാവുന്ന 24 മണിക്കൂർ സെയിം തന്നെയാണ്. 24 മണിക്കൂറിനുള്ളിലും അല്ലെങ്കിൽ 48 മണിക്കൂറിലും എന്താണ് സ്പീഡ് പോസ്റ്റ് ഡെലിവറി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഏത്? സ്പീഡ് പോസ്റ്റ് 24 ആൻഡ് സ്പീഡ് പോസ്റ്റ് 48. അപ്പൊ ടൈം ബൗണ്ട് സർവീസ് അല്ലെ. ഇന്ത്യ പോസ്റ്റിന്റെ ടൈം ബൗണ്ട് സർവീസ് 2 സർവീസുകൾ റീസെന്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ലോഞ്ച് ചെയ്തത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. അപ്പൊ ഏതാണ് ആ 2 ഇന്ത്യ പോസ്റ്റ് സർവീസസ് ഏതൊക്കെയാണ്? സ്പീഡ് പോസ്റ്റ് 24 ആൻഡ് സ്പീഡ് പോസ്റ്റ് 48 സർവീസസ് ഇന്ത്യൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു. എന്താണ്? പുതിയ ഇന്ത്യ പോസ്റ്റ് സർവീസ് ടൈം ബൗണ്ടിനുള്ളിൽ, അതായത് 24 മണിക്കൂറിനുള്ളിലും 48 മണിക്കൂറിലുമുള്ള ഡെലിവറി ടൈം ബൗണ്ട് സർവീസസ് ഇന്ത്യ പോസ്റ്റ് റീസെന്റ്ലി ലോഞ്ച് ചെയ്തു. ഏതൊക്കെയാണ്? സ്പീഡ് പോസ്റ്റ് 24 ആൻഡ് സ്പീഡ് പോസ്റ്റ് 48. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ആന്ധ്രാപ്രദേശ് അപ്രൂവ് ദാഗ ധർത്തി ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഇൻ നെല്ലൂർ ഡിസ്ട്രിക്ട്. അപ്പോൾ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ 8ാമത്തെ എയർപോർട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. 8th എയർപോർട്ട് ആണ് ആന്ധ്രാപ്രദേശിന്റെ 8th എയർപോർട്ട് അപ്രൂവൽ ആയിട്ടുണ്ട്. അപ്പൊ ഏത് എയർപോർട്ടാണ്? ദാഗ ധർത്തി എയർപോർട്ട്, ഗ്രീൻഫീൽഡ് എയർപോർട്ടിനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എവിടെയാണ്? നെല്ലൂർ ഡിസ്ട്രിക്റ്റില് ആന്ധ്രാപ്രദേശിന്റെ 8th എയർപോർട്ടിനുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. സോ ദാഗ ധർത്തി ഗ്രീൻഫീൽഡ് എയർപോർട്ട്. അപ്പൊ നെക്സ്റ്റ് പോയിന്റ്, 28th കോൺഫറൻസ് ഓഫ് സ്പീക്കേഴ്സ് ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഓഫ് കോമൺവെൽത്ത് അല്ലെങ്കിൽ CSPOC ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന രാജ്യം അല്ലെ. കോൺഫറൻസ് ഓഫ് സ്പീക്കേഴ്സ് ആൻഡ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഓഫ് ദി കോമൺവെൽത്ത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിൽ തന്നെ ന്യൂഡൽഹി ആണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോൺഫറൻസ് അല്ലെ 3 ദിവസം നീളുന്ന കോൺഫറൻസിന്റെ ചെയർപേഴ്സൺ, ഈ ഒരു കോൺഫറൻസിന്റെ ചെയർപേഴ്സൺ ആരാണ്? 28th കോൺഫറൻസിന്റെ ചെയർപേഴ്സൺ ആരാണ്? നമ്മുടെ ലോക്സഭാ സ്പീക്കർ. ആരാണ്? ലോക്സഭാ സ്പീക്കർ ആണ് ഈ ഒരു കോൺഫറൻസിന്റെ ചെയർപേഴ്സൺ. ആരാണ്? നമ്മുടെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. ഓക്കെ, അപ്പൊ ഓം ബിർളയാണ് ഈ ഒരു 28th കോൺഫറൻസിന്റെ ചെയർപേഴ്സൺ, നമ്മുടെ ലോക്സഭാ സ്പീക്കർ. സോ 28th കോൺഫറൻസ് ഓൺ പ്രിസൈഡിംഗ് ആൻഡ് സ്പീക്കേഴ്സ് ഓൺ കോമൺവെൽത്ത് എവിടെയാണ് അല്ലെങ്കിൽ ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് എന്താണ്? ലോഗോ ആൻഡ് വെബ്സൈറ്റ് ഫോർ ബ്രിക്സ് പ്രസിഡൻസി. അപ്പോൾ 2026 ബ്രിക്സ് പ്രസിഡൻസി ആർക്കാണ്?
അല്ലെങ്കിൽ ആരിൽ നിന്ന് മാർക്ക് പോയിട്ടുണ്ട്. സോ 2026 ബ്രിക് പ്രസിഡൻസി, ബ്രിക്സ് രാജ്യത്തിന്റെ പ്രസിഡൻസി ഈ വർഷം 2026 ആർക്കാണ്? ഇന്ത്യക്കാണ്. സോ ഇന്ത്യക്ക് ആരുടെ കയ്യിൽ നിന്നുമാണെങ്കിൽ ബ്രിക്സ് പ്രസിഡൻസി ഈ വർഷം ഇന്ത്യക്ക് കൈമാറിയത് ആരാണ്? ബ്രസീലാണ്. അപ്പൊ 2025 പ്രസിഡൻസി ആരായിരുന്നു? ബ്രസീലായിരുന്നു. സോ ബ്രസീലിൽ നിന്നും ഇന്ത്യ പ്രസിഡൻസി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സോ 2026 ബ്രിക്സ് പ്രസിഡൻസി ഇന്ത്യ. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ലോഗോയും ബ്രിക്സ് 2026 ലോഗോയും വെബ്സൈറ്റും ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് ഈ 2026 ബ്രിക്സ് കംപ്ലീറ്റ് ചെയ്ത് 20 വർഷം അതിന്റെ ഫോർമേഷൻ 20 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. സോ 2026 മാർക്ക് ദി 20 years ഓഫ് ദി കംപ്ലീഷൻ ഓഫ് ബ്രിക്സ്. അപ്പൊ ബ്രിക്സ് രാജ്യങ്ങള് അല്ലെങ്കിൽ ബ്രിക്സ് ഓർഗനൈസേഷൻ 20 വർഷം 2026 കംപ്ലീറ്റ് ആവുകയാണ്. ആൻഡ് ഈ വർഷം ബ്രിക്സ് പ്രസിഡൻസി കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഈ വർഷത്തെ ഈ ഇന്ത്യൻ പ്രസിഡൻസിയിലുള്ള ബ്രിക്സിന്റെ തീം എന്താണ്? ബിൽഡിംഗ് ഫോർ റെസിലിയൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ആണ് ഈ വർഷത്തെ ബ്രിക്സ് പ്രസിഡൻസി തീം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് എന്താണ്? പഞ്ചാബി സിംഗർ കാക്ക ലോഞ്ചസ് ഫ്രണ്ടോ, ഒരു വിമൺ സേഫ്റ്റി മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഏത്? ഫ്രണ്ടോ. എന്താണ്? ഒരു വിമൺ സേഫ്റ്റി, വിമൺ ഓറിയന്റഡ് ആയിട്ടുള്ള, വിമൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ആപ്ലിക്കേഷൻ ആണ്. എന്തെങ്കിലും ഒക്കെ എമർജൻസി സിറ്റുവേഷനിൽ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഏത്? ഫ്രണ്ടോ. അപ്പം ഇപ്പൊ കറന്റ്ലി അതിന്റെ ടെസ്റ്റിംഗ് ഫേസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് യൂസേഴ്സിന് മാത്രമേ ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അത് ആരാണ് ലോഞ്ച് ചെയ്തത്? പഞ്ചാബി സിംഗർ കാക്കയാണ് അത് ലോഞ്ച് ചെയ്തത്. ഫ്രണ്ട് അല്ലെ, വിമൺ സേഫ്റ്റി എന്താണ്, ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഏത്? ഫ്രണ്ടോ. സോ നമ്മുടെ SSC MTS എക്സാം അല്ലെ, ഫെബ്രുവരി 4 SSC MTS സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇതിന്റെ സ്ലോട്ട് ബുക്കിംഗ് വന്നിട്ടില്ല എന്നുള്ള ഒരു സങ്കടം എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ സ്ലോട്ട് ബുക്കിംഗ് ഒക്കെ വരും. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക, നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി 3 മണിക്ക് പോകുന്ന വൈകിട്ട് പോകുന്ന SSC റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQസും ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സും ഒക്കെ ഡെയിലി ബേസിസിൽ 3 മണിക്ക് പോകുന്നുണ്ട്. അപ്പൊ മറക്കാതെ അത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും SSC MTS എക്സാമിന് വേണ്ടി ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ചെയ്യാൻ പറ്റുന്നത് മാക്സിമം MCQs ചെയ്ത് നോക്കുക അല്ലെ. അപ്പോൾ മാക്സിമം MCQs ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് സീരീസ് എന്നാണ് 20 ഫുൾ ലെന്ത് MTS എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ ഈ ടെസ്റ്റുകൾ മാത്രമല്ല, അതിന്റെ അനാലിസിസ് ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സും കൂടിയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇനി എന്താണ്, മാക്സിമം MCQs ചെയ്ത് നോക്കാം, അതിന്റെ അനാലിസിസ് പോകുക അല്ലെ. ഒരു 75% പ്ലസ് സിലബസ് നിങ്ങൾക്ക് അതുവഴി കവർ ചെയ്യാൻ സാധിക്കും. അപ്പൊ മറക്കാതെ നമ്മുടെ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് വരുന്ന എക്സാം ഒക്കെ അടിപൊളിയായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യുക. എക്സാം 4-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്ന് വരും സ്ലോട്ട് ബുക്കിംഗ് ഡേറ്റ് ഒന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക. ഓക്കെ. അപ്പൊ അടുത്ത പോയിന്റ് എന്താണ്? ഇന്ത്യ ജർമ്മനി സൈൻ 19 സ്ട്രാറ്റജിക് എഗ്രിമെന്റ് ടു ഡീപ്പൻ ബൈലാറ്ററൽ പാർട്ട്ണർഷിപ്പ്. അപ്പൊ ഇന്ത്യയുടെയും ജർമ്മനിയുടെയും സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഡീപ്പൻ ചെയ്യാനായിട്ട് എത്ര സ്ട്രാറ്റജിക് എഗ്രിമെന്റ്സ് ആണ് ഇന്ത്യയും ജർമ്മനിയും റീസെന്റ്ലി സൈൻ ചെയ്തത്? എത്ര എഗ്രിമെന്റ്സ് ആണ്? 19 സ്ട്രാറ്റജിക് എഗ്രിമെന്റ്സ് ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ റീസെന്റ്ലി സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ റീസെന്റ് ആയിട്ട് എത്ര എഗ്രിമെന്റ് ആണ്? 19 എഗ്രിമെന്റ് ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ സൈൻ ചെയ്തു. സോ അടുത്തതൊരു പാസ്പോർട്ട് ഇൻഡെക്സ് ആണ്, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അല്ലെ. വിസ വിത്തൗട്ട് വിസ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഓരോ രാജ്യങ്ങൾക്കും ഇത്ര രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന്റെ ബേസിസിലുള്ളൊരു ഇൻഡെക്സ് ആണ് എന്ത്? ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. അപ്പം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിന്റെ 2026 എഡിഷൻ 2026 എഡിഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രാം പൊസിഷൻ ആണ്? ഇന്ത്യ 80th പൊസിഷൻ ആണ്, 80ാമത്തെ റാങ്ക് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്ത്യക്ക് വരുന്നത്. അപ്പോൾ
കഴിഞ്ഞ വർഷം 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 85 ആയിരുന്നു. നല്ല ഗ്രോത്ത് ആണ് അല്ലെ. അപ്പൊ 85 നിന്നും ഇന്ത്യ എങ്ങോട്ടേക്ക് ഏത് പൊസിഷനിൽ വന്നിട്ടുണ്ട്? 80ാമത്തെ പൊസിഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ മൊത്തം എത്ര രാജ്യങ്ങൾ എടുത്ത ലിസ്റ്റിലാണ് ഈ ഒരു ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്? 277 കൺട്രീസ് അല്ലെങ്കിൽ ടെറിട്ടറീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എഡിഷൻ ആണ് 2026 എന്ന് പറയുന്നത്. 277 കൺട്രീസ് ഓർ ടെറിട്ടറീസ്. അപ്പൊ 2026 ഹെൻലി പാസ്പോർട്ട് എഡിഷൻ എത്ര രാജ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഔട്ട് ഓഫ് 277 കൺട്രീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സിൽ 80th പൊസിഷൻ. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 80ാമത്തെ റാങ്ക് ആണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് എത്ര രാജ്യങ്ങളായിരുന്നു? കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് എത്ര റാങ്ക് ആയിരുന്നു? 85 ആയിരുന്നു. ഇപ്പൊ എത്ര ആയിട്ട് വന്നിട്ടുണ്ട്? അത് 80ാമത്തെ റാങ്ക് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ വിസ ഫ്രീ ആയിട്ട് ഇന്ത്യക്ക് എത്ര ഡെസ്റ്റിനേഷനിൽ പോകാൻ പറ്റും? 55 ഡെസ്റ്റിനേഷൻസിൽ ഇന്ത്യക്ക് വിത്തൗട്ട് വിസ പോകാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഇൻഡെക്സിൽ ടോപ്പ് നിൽക്കുന്ന രാജ്യം ഏത് രാജ്യമാണ്? ഈ ഇൻഡെക്സിൽ ടോപ്പ് നിൽക്കുന്നത് ഏതാണ്? സിംഗപ്പൂർ ആണ് ഈ ഒരു ലിസ്റ്റിൽ ടോപ്പ് നിൽക്കുന്നത്. 192 രാജ്യങ്ങളിൽ വിത്തൗട്ട് വിസ സിംഗപ്പൂർ സിംഗപ്പൂർ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഏറ്റവും വീക്കസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ വീക്കസ്റ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്ക് വരുന്നത് ആർക്കാണ്? 101ാമത്തെ റാങ്ക് ആരുടെയാണ്? അഫ്ഗാനിസ്ഥാൻ ആണ് ഏറ്റവും വീക്കസ്റ്റ് റാങ്ക് വരുന്നത്. മൊത്തം 24 ഡെസ്റ്റിനേഷനിൽ മാത്രമേ അഫ്ഗാനിസ്ഥാൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വിസ ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ അല്ലേടാ? അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? അടുത്തത് ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ്. ഏതൊക്കെ ഡേയ്സ് ആണ്? ഇന്റർനാഷണൽ മൈൻഡ് ബോഡി വെൽനസ് ഡേ. ജാനുവരി 3 മൈൻഡ് ബോഡി വെൽനസ് ഡേ വരുന്നത്. ബർത്ത് ആനിവേഴ്സറി ഓഫ് റാണി വേലു നാച്ചിയാർ. അപ്പോൾ റാണി വേലു നാച്ചിയാർ 18th സെഞ്ചുറിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു വാരിയർ ആണ് അല്ലെ. അപ്പൊ റാണി വേലു നാച്ചിയാറിന്റെ ബർത്ത് ആനിവേഴ്സറി January 3. സാവിത്രി ഭൂലെ ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ടീച്ചർ ആണ് സാവിത്രി ഭൂലെ. അപ്പൊ ബർത്ത് ആനിവേഴ്സറി എന്നാണ്? January 3. നാഷണൽ ബർത്ത്ഡേ എന്നാണ്? January 5 നാഷണൽ ബർത്ത്ഡേ. സോ എർത്ത് റൊട്ടേഷൻ ഡേ വരുന്നത് January 8. ആൻഡ് ഇന്ത്യൻ ആർമി ഡേ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്? 15 January ആണ് ഇന്ത്യൻ ആർമി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ആർമി, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 കിട്ടിയെങ്കിലും അപ്പോഴും നമ്മൾ ബ്രിട്ടീഷ് മിലിറ്ററിയുടെ അണ്ടറിലാണ്. സോ കംപ്ലീറ്റ്ലി ബ്രിട്ടീഷ് മിലിറ്ററിയിൽ നിന്ന് മാറി നമുക്ക് നമ്മുടേതായിട്ടുള്ള റൂള് വരുന്നത് എന്നാണ്? 1949 1949 January 15 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്രിട്ടീഷ് മിലിറ്ററിയിൽ നിന്നും എന്താണ് ആ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് അല്ലെ. കമാൻഡിൽ നിന്നും കംപ്ലീറ്റ് ട്രാൻസ്ഫർ 1949 January 15. സോ ആ ദിവസം നമ്മൾ ആർമി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോ എന്താണ് കുറച്ച് പോയിന്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ കുറച്ച് പോയിന്റുകൾ റെഗുലർ ആയിട്ട് തന്നെ റിവൈസ് ചെയ്ത് നോക്കാം. സോ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.